ചതിച്ചാശാനെ ചതിച്ച് രാഹുൽ ഗാന്ധി സാറിനെ മൈക്ക് വീണ്ടും ചതിച്ച്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ അതിനുശേഷം ഞാൻ മലയാളീകരിച്ച് പറഞ്ഞുതരാവേ. पुणे एनर्जी कहाँ है? Okay, and now सुनो सर, पुणे में आए हैं तो पुणे वालों के लिए भी तो कुछ खास मैसेज सर. पुणे म्हणजे प्रेम. थैंक यू. पुणे म्हणजे प्रेम. पुणे म्हणजे प्रेम. क्या बात है. എന്താണെന്ന് മനസ്സിലായോ? മൈക്ക് ഓണാക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നാലും സൈഡിൽ നിന്ന് ആങ്കർ വന്ന് പറഞ്ഞു, അതെ ഞാനിങ്ങനെ ചോദിക്കും പൂനെയെക്കുറിച്ച്, പൂനെയിലെ ജനങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് ഞാനിങ്ങനെ ചോദിക്കും. അപ്പോൾ സാറ് പറയണം പൂനെ മഞ്ചേ പ്രേം എന്ന് പറയണം. എന്ന് വെച്ചാൽ പൂനെ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. മനസ്സിലായല്ലോ? എന്താ പറയട്ടെ? പൂനെ മഞ്ചേ പ്രേം. ഞാൻ ചോദിക്കുമ്പോൾ പറയണേ. എന്നിട്ട് നാട്ടുകാരെ കേൾക്കൂ, നമുക്ക് രാഹുൽ ഗാന്ധി സാറിനോട് ചോദിക്കാം. സാറേ അതെ സാറിന് പൂനെയിലെ ജനങ്ങളോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? പറഞ്ഞേ രാഹുൽ ഗാന്ധി പൂനെ മഞ്ചേ പ്രേം. ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഏതാണെന്നറിയോ? പണ്ട് യാഷ് സിനിമയുടെ യാഷ് പുള്ളിനെ ഒരു പരിപാടി ഏതോ സിനിമയുടെ പ്രൊമോഷനെ കാണുമ്പോൾ വന്നപ്പോഴത്തേക്കും അടുത്ത് നിന്ന് ആങ്കർ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, മമ്മൂക്കാരുടെ ഒരു ഡയലോഗ് ഉണ്ട് അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് അതിനുശേഷം മമ്മൂക്ക ആരാധകർക്ക് വേണ്ടി യാഷ് ഇപ്പോൾ മമ്മൂക്കാരുടെ ഒരു ഡയലോഗ് പറയുന്നതായിരിക്കും. പറയൂ ഇത്. So this is for you, for all the Mamuka fans over here. Chambuko. എന്താ ഈ സീനാണ് ഓർമ്മ വന്നത്. ഇതേതാണെന്ന് മനസ്സിലായോ? ഭീഷ്മപർവത്തിനകത്ത് മമ്മൂക്ക ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഓടി വന്ന് ഇരുന്നിട്ട് പറയുന്നുള്ളൂ ചാമ്പിക്കോ എന്ന് പറയുന്നില്ലേ? അതാ ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ ചാമ്പക്കോ ആയണ്ടേ, അത് ഭാഷ അറിയാൻ മേലാത്തോണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ഈ സീനാണ് ഓർമ്മ വന്നത്. അല്ല, രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞതിനകത്ത് ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കേ മൈക്കൊന്ന് ഓഫ് ചെയ്യണ്ടേ? മൈക്കിനകത്തൂടെ ഓൾറെഡി ആൾക്കാർ മൊത്തം കേട്ടു. പിന്നെ രണ്ടാമത് ഒന്നും അറിയാത്ത പോലെ രാഹുൽ ഗാന്ധി സാറേ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചിട്ട് പിന്നെ അങ്ങനെ പറയുമ്പോഴത്തേക്കും അതിനെന്താ പ്രസക്തി ഇരിക്കുന്നത്? അതൊരു സുഖമില്ലായ്മ ആയിപ്പോയില്ലേ? ഓൾറെഡി ആൾക്കാർ മൊത്തം കേട്ട് കഴിഞ്ഞപ്പോഴേ അതിനൊരു സുഖം കുറവ് പോലെ ഇല്ലേ? അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അല്ലാതെ അതിനകത്ത് വലിയ തെറ്റൊന്നും പറയാനായിട്ടൊന്നുമില്ല. എന്തായാലും മൈക്ക് ചതിച്ചെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തൊക്കെ കണ്ടാലല്ലേ.